ഈ കാണാതായ സ്ഥലത്ത് നിന്നും എത്ര ദൂരം നമുക്ക് ഈ മൃതദേഹം കിട്ടിയ സ്ഥലത്ത്? 1 കിലോമീറ്ററിനുള്ളിൽ. അതായത് തമ്പാനൂര് ശ്രീകണ്ഠേശ്വര ആ ഗ്യാപ്പാണ്. ശ്രീകണ്ഠേശ്വരത്തുള്ള സ്ഥലത്തു നിന്നാണ് കണ്ടത്. ശ്രീകണ്ഠേശ്വരത്തു നിന്ന് തകരപ്പറമ്പിലേക്ക് പോകുന്ന റോഡിലെ ആ മെഴിഞ്ഞ റോഡിന്റെ ഭാഗം. മഞ്ചൂർ വാർഡും ശ്രീകണ്ഠേശ്വരം വാർഡും വരുന്നത്, ചെയർപേഴ്സന്റെ വാർഡും ശ്രീകണ്ഠേശ്വര വാർഡും കൂടി ചേർന്ന് വരുന്ന ബോർഡറിലാണ് നമുക്ക് കണ്ടിട്ടുള്ളത്. നമ്മുടെ സ്റ്റാഫ് കണ്ടിട്ടുണ്ട്. നമ്മൾ നെറ്റിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ 17 സ്ഥലങ്ങളിൽ നെറ്റിട്ടിട്ടുണ്ട്. അതിൽ ഒരെണ്ണമാണ് ആദ്യത്തെ നെറ്റാണ്. അത് അവിടെ നിന്ന് വരെ അമ്മയ്യോടില്ല. അതിപ്പോൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇട്ടതാണോ നേരത്തെ ഉള്ളത്? നമുക്ക് 17 പ്ലാസ്റ്റിക് ഫിഷേഴ്സ് ഉണ്ട്. കടലിലേക്ക് എടുക്കുന്നത്. കടലിലേക്ക് ഈ മാലിന്യം പോകാതിരിക്കാൻ 17 സ്ഥലത്ത് നഗരസഭ തന്നെ ഈ ഫിഷർ നെറ്റ് വയ്ക്കുകയും ഓരോ സമയം അനുസരിച്ച് ഇത് മാറ്റുന്ന പ്രൊസീജിയർ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വള്ളക്കടലിൽ ഫ്ലോട്ടിലിട്ട് ഇതിൻ്റെ സെഗ്രിഗേഷൻ നടത്തി നമുക്ക് മാറ്റാൻ കഴിയുന്ന മുഴുവൻ മാലിന്യങ്ങളും നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ജോയി ആണോ എന്ന് കൺഫേം ചെയ്യുന്നതിന് എന്തെല്ലാം പ്രോസസ്സ് ഇനിയുണ്ട്? ഇനി അവരുടെ കുടുംബം വരണം. കുടുംബവും ഇവരുടെ കൂടെ ഈ ഇതിൻ്റെ ജോലിക്ക് ഇറങ്ങിയ സമയത്തുണ്ടായിരുന്ന സഹപ്രവർത്തകരായിട്ടുള്ള ഈ തൊഴിലാളികളും വന്ന് ഐഡൻറ്റിഫിക്കേഷൻ നടത്തണം. അതിനുശേഷമേ നമുക്ക് ഒഫീഷ്യലായി പറയാൻ കഴിയൂ. ഇതാണിപ്പോൾ മേയറും അതോടൊപ്പം തന്നെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗായത്രിയും എല്ലാം വ്യക്തമാക്കുന്നത്. ഇന്നലെ ഇവർ പലയിടങ്ങളിലായി ഇത്തരം മാലിന്യങ്ങൾ ഒഴുകിപ്പോകുന്നത് തടയുന്നതിനായി നെറ്റുകളും മറ്റുമൊക്കെ വെച്ചിരുന്നു. അപ്പോൾ അവിടെങ്ങളിലെല്ലാം പരിശോധന നടന്നിരുന്നു. ആ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ ഉദ്യോഗസ്ഥർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ നെറ്റ് ഉള്ള സ്ഥലങ്ങളിലേക്ക് പരിശോധനയ്ക്കായി എത്തിയത്. അപ്പോഴാണ് മൃതദേഹം ഇങ്ങനെ കമിഴ്ന്ന നിലയിൽ കണ്ടെത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ അവരുടെ കുടുംബാംഗങ്ങൾ ഇവിടേക്ക് എത്തേണ്ടതുണ്ട്, ഒപ്പമുള്ള ആളുകൾ എത്തേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഒരു സ്ഥിരീകരണം ഉണ്ടാകുക. നിലവിലത്തെ സാഹചര്യങ്ങൾ വെച്ച്, അതായത് ഈ മൃതദേഹത്തിൻ്റെ ഒരു കാണുമ്പോഴുള്ള ഒരു പഴക്കവും അതോടൊപ്പം തന്നെ ആ മൃതദേഹത്തിൻ്റെ ഉയരവും ആ മൃതദേഹത്തിലെ ഒരു മുറിവും എല്ലാം വെച്ച് പരിഗണിക്കുമ്പോൾ, മാത്രമല്ല ആ ഒരു ഈ മൃതദേഹം കണ്ടെത്തിയ സ്ഥലവും എല്ലാം കണക്കാക്കുമ്പോൾ ഇത് ജോയിയുടെ മൃതദേഹം തന്നെ എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് എത്തുകയാണ്, അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തുകയാണ്. ഔദ്യോഗിക സ്ഥിരീകരണം മാത്രമാണ് ഇനി ആ വിഷയത്തിൽ ഉണ്ടാകേണ്ടതുള്ളത്. എന്തായാലും 2 ദിവസമായി രാപകലില്ലാതെ അധ്വാനിച്ച് നടത്തിയ ഒരു രക്ഷാപ്രവർത്തനം, സമാനതകളില്ലാത്ത ദുഷ്കരമായ, ഈ സമീപകാലത്തൊന്നും നമ്മൾ ഇത്ര ദുഷ്കരമായ ഒരു രക്ഷാപ്രവർത്തനം കണ്ടിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. അങ്ങനെ ദുഷ്കരമായ ഉദ്യോഗസ്ഥർ ജീവൻ പണയപ്പെടുത്തി നടത്തിയ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം അവിടെ എവിടെയെങ്കിലും തങ്ങി നിൽപ്പുണ്ടെങ്കിൽ പുറത്തേക്ക് വരാനുള്ള ശ്രമം അടക്കം നടത്തുന്നുണ്ടായിരുന്നല്ലോ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ നിന്ന് ഈ മൃതദേഹം ഒഴുകി ഇവിടേക്ക് വരാൻ ഉള്ള സാഹചര്യം ഉണ്ടായത്? മാധു, അതായത് ഇന്നലെ 5 ലക്ഷം ലിറ്റർ വെള്ളം ഈ ആദ്യഘട്ടത്തിൽ നമ്മൾ മാൻഹോളിൽ ഇറങ്ങി പരിശോധന നടത്തി. സ്കൂബ ഡൈവേഴ്സ് അകത്തേക്ക് നീന്തി കയറി അകത്ത് പോയി ഈ എന്തെങ്കിലും തരത്തിൽ അസ്വാഭാവികമായതുണ്ടോ എന്നുള്ളതെല്ലാം പരിശോധിച്ചിരുന്നു. പക്ഷേ അതൊന്നും വിജയം കണ്ടില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ഉദ്യോഗസ്ഥരുടെ ജീവൻ അപകടത്തിൽപ്പെടുന്ന സാഹചര്യം തലനാരിഴയ്ക്കാണ് ഇന്നലെ ഒഴിവായത്. അപ്പോൾ അങ്ങനത്തെ അവസ്ഥ നിലനിൽക്കുന്നുണ്ടായിരുന്നു. വൈകുന്നേരം ഈ ഒഴുക്ക് ശക്തിപ്പെടുത്തിക്കൊണ്ട് അകത്തെന്തെങ്കിലുമൊക്കെ കുടുങ്ങിക്കിടപ്പുണ്ടെങ്കിൽ 4 മീറ്റർ വ്യാസമുള്ള ഒരു ടണലാണെങ്കിൽ കൂടി ആ ടണലിൽ വെള്ളം ഒഴുകുന്നത് വളരെ കുറച്ച് സ്ഥലത്തു കൂടി മാത്രമാണ്. അപ്പോൾ ആ ഭാഗത്തു കൂടി ശക്തമായൊരു വെള്ളമൊഴുക്കുണ്ടായാൽ കൂടുതൽ മാലിന്യം പുറത്തേക്ക് തള്ളിപ്പോകും. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തേക്ക് വരും എന്നൊരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ 5 ലക്ഷം ലിറ്റർ വെള്ളം ഇന്നലെ വാട്ടർ അതോറിറ്റി തുറന്നുവിട്ടിരുന്നു. അത് തുറന്നുവിട്ടത് വെള്ളം ടാങ്കിൽ കെട്ടി നിർത്തിയ ശേഷം അതിശക്തിയായി വെള്ളം ഒഴുക്കി വിടുകയാണ് ചെയ്തത്. പക്ഷേ ആ വെള്ളം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക്, അതായത് ഈ പറയുന്ന ആമയഞ്ചന്തോട് തമ്പാനൂരിൽ നിന്ന് തുടങ്ങുന്ന അവിടെ മുതൽ പിന്നീട് ഇത് അവസാനിക്കുന്ന പവർ ഹൗസ് റോഡ് വരെയുള്ള സ്ഥലങ്ങളിലേക്ക് വെള്ളം ഒഴുകി എത്തുമ്പോൾ ആ വെള്ളത്തിന് വലിയ വേഗത ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, സാവധാനത്തിലെ വെള്ളം ഒഴുകി പോവുകയാണ് ചെയ്തിരുന്നത്. 5 ലക്ഷം ലിറ്റർ വെള്ളം മാത്രമാണ് എത്തിയത് എന്നുള്ളതാണ് പ്രശ്നം. പിന്നീട് ഇന്ന് രാവിലെ ഒരു 4 മണി മുതൽ ശക്തമായ മഴയുണ്ടായിരുന്നു. രാവിലെ ഈ നേവിയുടെ രക്ഷാപ്രവർത്തനം തുടങ്ങുന്നതിനായുള്ള ആലോചന നടക്കുന്ന സമയത്ത് പോലും ശക്തമായ മഴ പെയ്തു. നല്ല ഒഴുക്ക് ആമയിഴഞ്ചാന്തോട്ടിൽ ഉണ്ടായിരുന്നു. ആ ഒഴുക്കിൽ മൃതദേഹം, ടണലിനുള്ളിൽ കുടുങ്ങിക്കിടന്ന മൃതദേഹം പുറത്തേക്ക് പോകുന്നതാകാം എന്നുള്ളതാണ് നിലവിലെ നിഗമനം. അങ്ങനെയെങ്കിൽ ഇന്നലെ രാത്രിയോ ഇന്ന് പുലർച്ചെയോ അല്ലെങ്കിൽ ഇന്ന് രാവിലെയോ ഈ മൃതദേഹം ഒഴുകിയിട്ടുണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെ ഒഴുകിയാൽ പോലും ഒഴുകിയെത്താൻ പരുവത്തിനുള്ള ദൂരം മാത്രമാണ് ഈ പറയുന്ന പവർ ഹൗസ് റോഡിൻ്റെ അവിടെ ഈ തുരങ്കം അവസാനിക്കുന്ന സ്ഥലം മുതൽ പിന്നീട് ഇങ്ങോട്ട് ഈ മൃതദേഹം കണ്ടെത്തിയ സ്ഥലം വരെയുള്ളത്. എന്തായാലും ഒരു